എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെയും കുടുംബങ്ങളെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന അതീവ നിർണായകമായ ചില അറിയിപ്പുകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ അധികാരമേറ്റ പുതിയ കോൺഗ്രസ് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരുന്ന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എന്ന് മുതൽ ആരംഭിക്കും? മുൻ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഭാവി എന്താണ്? അതോടൊപ്പം കേരളത്തിലെ സ്ത്രീകൾക്കായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച വലിയൊരു പുതിയ ആനുകൂല്യം എന്താണ്? ഇവയെല്ലാം കൃത്യമായി അറിയാൻ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്ഷേമ പെൻഷൻ വിതരണം തീയതിയും തുകയും. സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും വലിയ ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ മാസത്തെ, അതായത് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മെയ് 25 മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഔദ്യോഗികമായി അറിയിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണത്തിനായി മാത്രം 1070 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ 2000 രൂപയാണ് കർഷകരും തൊഴിലാളികളും വയോധികരുമടങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷനായി ലഭിക്കുന്നത്. സംസ്ഥാനത്തെ ഏകദേശം 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ തുക മെയ് 25 മുതൽ നിങ്ങളുടെ കൈകളിലേക്കോ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ എത്തിച്ചേരുന്നത്. അതായത് മെയ് 25 മുതലാണ് ഇതിൻ്റെ വിതരണ തീയതി നടക്കുന്നത്. ഇത്തവണ പെൻഷൻ വിതരണത്തിൽ ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കുടിശ്ശികകളില്ലാതെ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുക എന്ന ഉദ്ദേശമാണ്. ഈ ലക്ഷ്യത്തിനായി പലപ്പോഴും പെൻഷനുകൾ മാസങ്ങളോളം വൈകുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കാറുണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കാനാണ് പുതിയ സർക്കാരിൻ്റെ ഈ തീരുമാനം. ഇന്നലകളിൽ അധികാരമേറ്റെടുത്ത പുതിയ കോൺഗ്രസ് ഗവൺമെന്റ് കർഷകർക്കും സാധാരണക്കാർക്കും വലിയൊരു ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്. മുൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരൊറ്റ ക്ഷേമ പദ്ധതിയും ഈ ഗവൺമെന്റ് നിർത്തലാക്കുകയില്ല. പഴയ നല്ല പദ്ധതികളെല്ലാം അതേപടി തുടരുകയും അവ കൂടുതൽ കുറ്റമറ്റ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് പുതിയ ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ നയം. ഇനിയും ക്ഷേമ പെൻഷന്റെ ചരിത്രവും UDFന്റെ വാഗ്ദാനവും. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ ചരിത്രം പരിശോധിച്ചാൽ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക. 2011 മുതൽ 2016 വരെയുള്ള UDF സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ തുക പിന്നീട് വന്ന 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചാണ് തുക ഇപ്പോൾ 2000 രൂപയിലേക്ക് എത്തിച്ചത്. എന്നാൽ ഇവിടെ കൊണ്ടും തീരുന്നില്ല. പുതിയ UDF ഗവൺമെന്റ് തങ്ങളുടെ പ്രകടന പത്രികയിലൂടെ നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം ഈ ക്ഷേമ പെൻഷൻ തുക ഘട്ടം ഘട്ടമായി 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നതാണ്. വരും ദിവസങ്ങളിൽ ഇതിനായുള്ള നടപടികളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി സ്ത്രീകൾക്ക് വൻപൻ പ്രഖ്യാപനം, സൗജന്യ ബസ് യാത്ര. ക്ഷേമ പെൻഷന് പുറമെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഏറ്റവും വലിയ മറ്റൊരു സർപ്രൈസ് സ്ത്രീകളെ സംബന്ധിക്കുന്നതാണ്. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ, അതായത് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ പുതിയ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വരുന്ന ജൂൺ 15 മുതൽ ഈ ചരിത്രപരമായ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണക്കാരായ സ്ത്രീ തൊഴിലാളികൾക്കും വിദ്യാർത്ഥിനികൾക്കും യാത്രക്കാർക്കും തങ്ങളുടെ നിത്യേനയുള്ള യാത്ര ചെലവിൽ വലിയൊരു ലാഭം ഉണ്ടാക്കാൻ ഈ പുതിയ തീരുമാനം സഹായിക്കും എന്നതിൽ സംശയമില്ല. അപ്പോൾ മെയ് 25 മുതൽ ആരംഭിക്കുന്ന പെൻഷൻ വിതരണവും, അതായത് മെയ് 25 മുതൽ ആരംഭിക്കുന്ന പെൻഷൻ വിതരണവും ജൂൺ 15 മുതലുള്ള സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയുമൊക്കെ സാധാരണ ജനങ്ങൾക്ക് വലിയൊരു താങ്ങാകുമെന്ന് ഉറപ്പാണ്. പുതിയ സർക്കാർ നൽകുന്നത് ഇത്തരം പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ദയവായി ഷെയർ ചെയ്യണം എന്നാണ്. കൂടുതൽ കൃത്യമായ വാർത്തകളും സർക്കാർ അറിയിപ്പുകളും അപ്പോൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രധാന മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.